فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. മൂന്നാമത്തേത് ലൈലത്തുൽ ഖദർ, സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അത് ലൈലത്തുൽ ഖദറാണ്. പിൻ പോയിന്റിൽ വന്നാൽ ലൈലത്തുൽ ഖദറാണ്. ആ ലൈലത്തുൽ ഖദർ അത് റമദാൻ മാസത്തിലാണ്. റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലാണ്. അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകളിൽ ഏതോ ഒന്നിലാണ്, പ്രത്യേകിച്ച് 27, 29 പോലുള്ളതിലാണ്. ചില റിവായത്തുകളിൽ നിന്ന് മൊത്തം മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും 27 എന്നുള്ളത് എല്ലാ വർഷവും 27 ആയിക്കൊള്ളുന്നില്ല. ചില വർഷങ്ങളിൽ 29 ആകാം, 25 ആകാം, ഇങ്ങനെ മാറാവുന്നതാണ്. ആ ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ. അത് ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസങ്ങളെക്കാൾ മെച്ചാണ് ഒരൊറ്റ ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസ്, നീണ്ട ഒരു മനുഷ്യായുസിനേക്കാളും വലുതാണ്. ഒരു ദീർഘമായ മനുഷ്യായുസ് മുഴുവനും അല്ലാഹുവിന് ഒരാൾ ഇബാദത്ത് ചെയ്താൽ നേടാൻ കഴിയാത്ത നന്മകൾ, പുണ്യങ്ങൾ ഒരൊറ്റ ലൈലത്തുൽ ഖദർ കൊണ്ട് ഒരാൾക്ക് നേടാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു വലിയ സൂത്രത്തിൽ അതാർക്കും നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കൊടുക്കാറില്ല. ഇസ്ലാമിന്റെ വഴികളൊന്നും കുറുക്കു വഴികളല്ല, ഒക്കെ നേരെയുള്ള വഴികളാണ്, സിറാത്തുൽ മുസ്തഖീമാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉദ്ദേശിച്ചു വന്നതായിരുന്നു. ആ സമയത്ത് രണ്ടാളുകൾ തമ്മിൽ ശണ്ട കൂടുന്നുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം തൽക്കാലം അവിടെ വെച്ചിട്ട് അവർക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ ശണ്ട അവസാനിപ്പിക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് അതെല്ലാം തീർത്തിട്ട് പിന്നെ നബി പറഞ്ഞു, ഇതാ ലൈലത്തുൽ ഖദർ എപ്പോഴാണ് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. അപ്പോഴാണ് ഇവർ രണ്ടുപേര് ശണ്ട കൂടുന്നത്. അങ്ങനെ ഞാനത് തീർത്ത് കഴിഞ്ഞു വന്നപ്പോഴേക്കും ആ കാര്യം എന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്. അത് അള്ളാന്റെ ഹിക്മത്താണ്. ഇതിൽ രണ്ട് കാര്യം, കുറുക്കു വഴികളിലൂടെ ഒരാൾക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കേണ്ട. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്ക് കിട്ടുന്ന ഹൈറുകൾ തടുക്കപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസത്തിലൂടെയാണ്. ഇതാണ് അതിലെ വലിയ പാട്. അൽ ഖിലാഫു ശർ. എന്ത് കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ അത് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്താതെ, ശറഅിന് വിരുദ്ധമാകാതെ, വിട്ടുവീഴ്ചയിൽ പരിഹരിക്കല്ലാതെ കടുംപിടുത്തത്തിന് മർക്കടമുഷ്ടിക്ക് നിന്നാൽ നഷ്ടമേ ഉള്ളൂ. ദുനിയാവിന് നഷ്ടമുള്ളൂ, വ്യക്തിപരമായി നഷ്ടമുള്ളൂ, സാമൂഹ്യമായി നഷ്ടമുള്ളൂ. അതൊക്കെ പോട്ടെ, അതിലും വലിയ നഷ്ടം പരലോകത്തിലായിട്ട് നഷ്ടമായിരിക്കും. ഇവിടെ രണ്ടാളുകളുടെ ഭിന്നിപ്പാണ് ഈ മഹത്തായ സമയം ഒരാൾക്ക് കൃത്യമായി അറിയാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹു നബിയിൽ നിന്നത് മറപ്പിച്ചു കളയാനുണ്ടായ കാരണം. ഇനി ഒരാൾക്ക് അത് പറഞ്ഞുകൊടുത്തു വിചാരിക്കാം, എന്നാ പോലും ഒരാൾക്ക് അള്ളാഹു മുസ്തഖീമായ ഇസ്തിഖാമത്തില്ലാത്ത ഒരാൾക്ക് ആ രാത്രി മാത്രമേ നിസ്കരിക്കാനും ആ രാത്രി മാത്രം പുണ്യകർമ്മങ്ങളിൽ മുഴുകാനും അയാൾക്ക് അള്ളാഹു അവസരം കൊടുക്കൂല, തൗഫീഖ് ഉണ്ടാവില്ല. അപ്പൊ ദീനിന്റെ കാര്യം മൊത്തം അങ്ങനെയാണ്. നമ്മൾ ജീവിതത്തിൽ മൊത്തം ഒരു ഇസ്തിഖാമത്ത് കൈക്കൊണ്ടാൽ അവർക്ക് പിന്നെ ഈ നേട്ടം നേടാൻ പറ്റും. റമദാൻ മൊത്തം നോമ്പെടുക്കുന്നു, റമദാനിൽ മൊത്തം രാത്രി നമസ്കരിക്കുന്നു, റമദാനിൽ എല്ലാ പുണ്യകർമ്മങ്ങളിലും ഒഴുകുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് കൂടി ഉള്ളതാണ് ലൈലത്തുൽ ഖദർ. അപ്പൊ അയാൾക്ക് അത് കിട്ടും. അങ്ങനെയുള്ള ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടും, അല്ലാത്ത ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല. ഇത് നമ്മൾ മനസ്സിലാക്കി.